ഇപ്പോൾ കുക്കിംഗാണ്. ഒരു തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി പിന്നെ ചിക്കനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒരു വലിയ സവോള ഞാൻ അതിനൊക്കെ വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫുൾ സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇതിങ്ങനെ കട്ട് ചെയ്ത് വഴറ്റി നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ ടൊമാറ്റോ ഞാൻ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് വഴറ്റി എന്ന് പറഞ്ഞാൽ തക്കാളി എനിക്ക് ചിലപ്പോൾ അങ്ങനെ വഴണ്ട് വരാറില്ല ഫുള്ളായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടതിന് ശേഷം തൈര് ഒഴിച്ചു. തൈരിന് ശേഷം ഉപ്പിട്ടു, ആവശ്യത്തിന് ഉപ്പ്, ചിക്കനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾ, പിന്നെ നമ്മൾ മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം. ഇവിടെ എനിക്ക് കുറച്ച് എരിവ് വേണം. അത് കഴിഞ്ഞ് ഗരം മസാല നമ്മൾ ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത് കഴിഞ്ഞ് മാരിനേറ്റ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ടൊരു പാനിൽ ബട്ടർ ഒഴിച്ചിട്ട് ഞാൻ ഈ ഉള്ളി അങ്ങോട്ട് സോട്ട് ചെയ്യാൻ തുടങ്ങി. കുറേ നേരം എനിക്ക് സോട്ട് ചെയ്യണ്ട. എനിക്ക് ബട്ടറിൽ കുറച്ച് പാടാണ് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ബട്ടർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബട്ടർ ചിക്കനിൽ ബട്ടർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ബ്രൗൺ കളറായിട്ടൊക്കെ, ബ്രൗൺ അല്ല ഗോൾഡൻ കളറൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തക്കാളി ഫുള്ളിട്ട് നല്ലോണം അത് വഴറ്റിയെടുത്ത്. വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നത്. ഞാൻ ആദ്യമേ ഇടാറില്ല. എനിക്ക് ഇത് വഴറ്റിയതിന് ശേഷം ഇടുന്നതിന് ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഇടാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ നല്ല കുറേ നേരം ഇങ്ങനെ കൈ വിടാണ്ട് ഞാൻ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരുന്നെന്ന് പറഞ്ഞാൽ അടിയിൽ പിടിക്കും. അല്ലെങ്കിൽ ഇതൊരുമാതിരി അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോവും. അത് കഴിഞ്ഞ് ഞാൻ മൂടി വെച്ചു. ഞാൻ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഈ പരിവായപ്പോഴത്തേക്കും വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും കൂടി ഇട്ട്. ഇത് ഓപ്ഷനാണ്. കാഷ്യൂനട്ട് ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ കാഷ്യൂനട്ടും കൂടി ഇട്ട് കുറച്ച് നേരം ഇട്ട് വഴറ്റി വെച്ചു. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, ചിക്കൻ ഇട്ട മുളക് പൊടി ചിക്കന് മാത്രമാണ്. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം എരിവിന്, ഇത് ഇത്തിരി എരിവല്ല, ഇത്തിരി മധുരം കറിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആണ് ഞാൻ ചെയ്തത്. ഒരുപാട് ഞാൻ ഉപയോഗിച്ചൊന്നുമില്ല. നമുക്ക് ബട്ടറിലും ഇത് ചിക്കൻ നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ സൈഡിൽ നാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ബട്ടർ നാനാണ് ഉണ്ടാക്കിയത്. ഞാൻ ബട്ടർ നാനും ഗാർലിക് നാനും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് നമ്മൾ ചപ്പാത്തി പലക വെച്ചിട്ട് ഇത് കണക്ക് നമ്മൾ പരത്തിയെടുത്ത് അത് കഴിഞ്ഞിട്ട് പാനിലിട്ട് ചുട്ടെടുത്തു. നമുക്ക് ഫ്ലെയിമിൽ വെച്ചും ഉണ്ടാക്കാം. ഞാൻ അതൊന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇങ്ങനെ ശരിയാവുമെന്ന്. എനിക്ക് കുഴപ്പമില്ലാതെ കറക്റ്റ് വന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മാറ്റി വെച്ചതിന് ശേഷം മറ്റേ നേരത്തെ വഴറ്റിയതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് ആ പാനിൽ തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം നമുക്ക് എത്ര വേണം, ഇത് കുറുകും, അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചായിരുന്നു. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെന്ന് പറയുമ്പം ലോ ഫ്ലെയിമിലാണ് ഞാൻ എല്ലാം ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ചിക്കൻ, നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ എടുത്തിട്ടതിന് ശേഷം അതൊന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചു. ചിക്കൻ കുറച്ചൊന്ന് ആ മസാലയെല്ലാം കൂടെ അതിനകത്ത് പിടിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് വെച്ചു. അതിന് ശേഷം ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ചു. ലാസ്റ്റ് കുറച്ച് മേത്തി ലീവ്സും കൂടെ വെച്ചു. അപ്പോൾ ഇതാണ്. അപ്പോൾ ബൈ.